Dear students, welcome back. Our next topic, union. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പായ യൂണിയൻ, ഇതിനകത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, യൂണിയനിലെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, ദെൻ സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള കമ്പാരിസൺ, സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള സിമിലാരിറ്റീസ്, ദെൻ അതിൻ്റെ ഡിഫറൻസ്, ഇത്ര കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, then first, what is a union? Union എന്ന് പറയുന്നത് is a user defined data type ആണ്. സ്ട്രക്ചർ എന്ന ഡാറ്റ ടൈപ്പ് പോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് യൂണിയൻ. ഇതിനകത്തും ഹെട്രോജീനിയസ് ഡാറ്റ വാല്യൂസിനെയാണ് നമ്മളതിൽ മെമ്പേഴ്സായിട്ട് ആഡ് ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മെമ്പേഴ്സായിരിക്കും യൂണിയനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു യൂണിയന് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നത്, ഇപ്പോൾ ചില കേസുകളിലെല്ലാം നമുക്ക് സ്ട്രക്ചർ പോലെ, അതായത് ഒരു റെക്കോർഡ്സ് പോലെ കുറേ ഫീൽഡുകൾ നമുക്ക് ആവശ്യമുണ്ടാവും. പക്ഷെ അതിലുള്ള എല്ലാ ഫീൽഡും അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിലേതെങ്കിലും ഒരു ഫീൽഡിനെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ ബാക്കിയുള്ള ഫീൽഡുകളിലൊന്നും നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നില്ല എങ്കിൽ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണിയൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈബ്രറിയിലുള്ള ബുക്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കോഡ് കൊടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ബുക്സിൻ്റെ നെയിം ഉപയോഗിച്ച് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ ബുക്ക് നെയിം കൊടുക്കണം, അതിനകത്തുള്ള ലൈബ്രറിയിലുള്ള ഏത് ബുക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആ ബുക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു യൂണിക് ആയിട്ടുള്ള ഒരു ഐ ഡി ഉണ്ടാവും, ആ ഐ ഡി സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ യൂണിക് ആയിട്ടുള്ള ഒരു യൂണിക് ഐ ഡി എനിക്ക് അറിയാമെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല, ബുക്ക് നെയിമും അതിൻ്റെ ഓതറും അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ കൊടുക്കേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് യൂണിക് ഐ ഡി അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ഉപയോഗിക്കണം, ബുക്ക് നെയിം ഉപയോഗിക്കേണ്ടി വരും. അപ്പം നോക്കാം, നമ്മൾ രണ്ട് വേരിയബിളായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൽ എന്ത് ചെയ്യും, ഈ രണ്ട് വേരിയബിളിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പം നമുക്ക് അറിയാം, സ്ട്രക്ചറിലാണെങ്കിൽ നമ്മളൊരു സ്ട്രക്ചറിൻ്റെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു സ്ട്രക്ചർ ടൈപ്പിലൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം സ്ട്രക്ചറാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ സ്ട്രക്ചറിലും ഈ രണ്ട് വാല്യൂസ്, അതായത് യൂണിക് ഐ ഡിയും ഒരു ബുക്ക് നമ്പറും ദെൻ ബുക്കിൻ്റെ നെയിമും, ഇത് രണ്ടും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബുക്ക് നെയിമിന് വേണ്ടിയിട്ട് ഒരു 30 ക്യാരക്ടേഴ്സും ബുക്കിൻ്റെ ഐ ഡി ആയിട്ട് ഒരു 5 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 29 or 30 ബൈറ്റ്സ് നമുക്ക് ആവശ്യം വരും. പക്ഷെ ആ സ്ഥാനത്ത് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ, ഇൻറ്റീജർ ആയിട്ടുള്ള ബുക്ക് ഐ ഡിയോ അല്ലെങ്കിൽ ബുക്ക് നെയിമോ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. അങ്ങനെയുള്ള കേസിലാണ് യൂണിയൻ ഉപയോഗിക്കുന്നത്. അതായത് യൂണിയൻ ഈസ് എ സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് അവൈലബിൾ ഇൻ C ദാറ്റ് അലൗസ് to store different data types in the same memory location. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഇൻ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. അതായത് ഇൻറ്റീജർ ആണെങ്കിലും ക്യാരക്ടർ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും ലോങ് ടൈപ്പ് ആണെങ്കിലും എന്ത് ടൈപ്പ് ആണെങ്കിലും അതിന് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മെമ്മറി ലൊക്കേഷനിലാണ് അതായത് ടൈപ്പും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്ട്രക്ചറിൽ പറഞ്ഞ അതിൽ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ് ഇല്ല എന്തിനകത്ത്, യൂണിയനിൽ. യു ക്യാൻ ഡിഫൈൻ എ യൂണിയൻ വിത്ത് മെനി മെമ്പേഴ്സ് ബട്ട് ഓൺലി വൺ മെമ്പർ ക്യാൻ കണ്ടെയ്ൻ എ വാല്യൂ അറ്റ് എനി ഗിവൺ ടൈം. അതായത് നമുക്ക് എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിലും യൂണിയനിൽ ഡിഫൈൻ ചെയ്യാം, പക്ഷേ ഒരു സമയത്ത് ഒരു മെമ്പറിന് മാത്രമേ അതിൽ വാല്യൂ റിറ്റെയിൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു മെമ്പറിന് മാത്രമേ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മോർ ദാൻ വൺ മെമ്പേഴ്സിന് വാല്യൂ അസൈൻ ചെയ്യുമ്പം ലാസ്റ്റ് ഏത് മെമ്പറിനാണോ വാല്യൂ അസൈൻ ചെയ്തത് അത് മാത്രമേ അവിടെ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, യൂണിയൻസ് പ്രൊവൈഡ്സ് ആൻ എഫിഷ്യൻറ്റ് വേ ഓഫ് യൂസിങ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ ഫോർ മൾട്ടിപ്പിൾ പർപ്പസ്. അതായത് സിയിൽ
നമുക്ക് ഒരു സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെ മൾട്ടിപ്പിൾ പർപ്പസിന് ഉപയോഗിക്കണമെങ്കിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, യൂണിയൻ എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു ഇന്ത്യ രാജ്യത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ID കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഈ ID ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ഉപയോഗിക്കാം. ഒന്നുകിൽ വോട്ടേഴ്സ് ID ഉപയോഗിക്കാം, ആധാർ നമ്പർ ഉപയോഗിക്കാം, നമ്മുടെ ലൈസൻസ് യൂസ് ചെയ്യാം, പാസ്പോർട്ട് നമ്പർ യൂസ് ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ എല്ലാം കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ വോട്ടേഴ്സ് ID ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് ID വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം നിങ്ങളെ. അല്ല നിങ്ങളുടെ കയ്യിൽ പിന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ഇതൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ആധാർ കൊടുക്കാം. ആധാർ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ യൂണിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കാമെന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടി, അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പാസ്പോർട്ടിൻ്റെ നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്, ചിലവർ ലൈസൻസ് ആയിരിക്കും കൊടുക്കുന്നത്, വേറെ ആൾക്കാർ ചിലപ്പോൾ വോട്ടേഴ്സ് ID ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന എല്ലാം കൂടി ഒരു ഹെഡിങ്ങിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ വെറുതെ കുറേ കോളംസ്, പല കോളംസും എന്തായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും. കാരണം ഒരാളുടെ വോട്ടേഴ്സ് ID മറ്റൊരാളുടെ പാസ്പോർട്ട് നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ വാല്യൂസിനെല്ലാം കൂടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിംഗിൾ മെമ്മറി ലൊക്കേഷൻ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്, ID ആണ് ഉപയോഗിക്കുന്നത്, പാസ്പോർട്ട് വാല്യൂ കൊടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന വോട്ടേഴ്സ് ID ആണ്, വോട്ടേഴ്സ് നമ്പർ ID വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിയനിലെ മെമ്പറിനെ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൽ പല ടൈപ്പ് മെമ്പേഴ്സ് ഉണ്ട്. ആ ഓരോ മെമ്പറിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സൈസ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു യൂണിയനിൽ ഒരു ക്യാരക്ടർ വേരിയബിളും ഒരു ഇൻറ്റീജർ വേരിയബിളും ഒരു ഫ്ലോട്ട് വാല്യൂ ഉണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ക്യാരക്ടറിന് 1 ബൈറ്റ് മതി, ഇൻറ്റീജറിന് 2 ബൈറ്റ്, ഫ്ലോട്ടിന് 4 ബൈറ്റ്. അപ്പോൾ ആ യൂണിയനകത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക 4 ബൈറ്റ്സ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ 4 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യുമ്പം അതിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാം, ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യാം, ദെൻ ഫ്ലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അവർക്ക് യൂണിയൻ എന്നുള്ളതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവാം. ആ മെമ്പേഴ്സിൽ ഏത് മെമ്പറിനാണോ കൂടുതലായിട്ട് മെമ്മറി യൂസ് ചെയ്യേണ്ടത്, ഏത് മെമ്പറിൻ്റെ സൈസാണോ കൂടുതലായിട്ട് വരുന്നത്, ആ സൈസിലായിരിക്കും മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ആ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിക്ക് ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് ഉണ്ടാവില്ല. അതിൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫൈനിങ് എ യൂണിയൻ. ഇപ്പം നമുക്ക് യൂണിയൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് യൂണിയനും ഡിഫൈൻ ചെയ്യുന്നത്. ടു ഡിഫൈൻ എ യൂണിയൻ യു മസ്റ്റ് യൂസ് ദ യൂണിയൻ സ്റ്റേറ്റ്മെൻറ്റ് in the same way as you did while defining a structure. The union statement defines a new data type with more than one member for your program. The format of the union statement is as follows. Union tag. നമ്മൾ സ്ട്രക്ട് എന്ന് കൊടുത്തതിന് പകരം ഇവിടെ എന്ത് കീവേഡ് യൂസ് ചെയ്യണം? യൂസിങ് ദ കീവേഡ് യൂണിയൻ. ദെൻ മെമ്പർ ഡെഫിനിഷൻസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെമിക്കോളൻ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ യൂണിയൻ ടൈപ്പിലുള്ള വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. The union tag is optional and each member definition is a normal variable definition such as int I, float f or any other valid variable definition. At the end of the union definition, before this final semicolon, you can specify one or more union variables, but it is optional. അതായത് നിങ്ങൾ സ്ട്രക്ചറിൽ എങ്ങനെയാണോ ചെയ്തിരുന്നത് സെയിം വേയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, യൂണിയനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്ത് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ? സ്ട്രക്ട് എന്നുള്ള കീവേഡിന് പകരം ഇവിടെ എന്ത് കീവേഡ് യൂസ് ചെയ്യണം? യൂണിയൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ ഐഡൻറ്റിറ്റി എന്നാണ് ഈ യൂണിയൻ്റെ നിയമം. ഞാൻ ഇതിൽ വോട്ടേഴ്സ് ID, ലോങ് ഇൻഡിജർ, ആധാറിൻ്റെ, ഡ്രൈവിംഗ് ലൈസൻസ്,
ദെൻ ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ടൈപ്പിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതായത് യൂണിയൻ ഐഡൻറ്റിറ്റി ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് എന്ത്, UID. ഓക്കെ, അപ്പോൾ ഈ UID ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും മെമ്പേഴ്സിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അറ്റ് എ ടൈം ഇതിലുള്ള ഏതെങ്കിലും ഒരു മെമ്പറിനെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ UID എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് മെമ്മറിയിൽ 15 ബൈറ്റ്സ് ഈ UID എന്നുള്ള വേരിയബിളിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യും. 15 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യാൻ കാരണം ഇതിലുള്ള ഏറ്റവും വലിയ സൈസ് എന്താ വലിയ മെമ്പർ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതുകൊണ്ട് this declares a variable UID of type union identity. The union contains 4 members with a different data type. We can use only one of them at a time. This is due to the fact that only one location is allocated for a union variable, irrespective of its size. The compiler allocates a piece of storage that is large enough to hold the largest variable type in the union. The above declaration, driving license requires 15 bytes, which is the largest among the members. Okay, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഇതിൽ എല്ലാത്തിനും കൂടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. ഇതിൽ ഏറ്റവും വലുത് ഏതാണോ അതിന് മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ്, ഹൗ ടു ആക്സസ് യൂണിയൻ മെമ്പേഴ്സ്. നമ്മൾ സ്ട്രക്ചറിലെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്ത് എങ്ങനെയാണ്? ബൈ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ദ സെയിം പീരീഡ് ഓപ്പറേറ്റർ ഓർ ഡോട്ട് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സസ് ദ യൂണിയൻ മെമ്പേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ തന്നെയാണ് ഇവിടെ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററായിട്ട് വരുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂണിയൻ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, UID ഡോട്ട് ആധാർ, UID ഡോട്ട് വോട്ടർ ID, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ UID ഡോട്ട് ആധാർ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തു. ദെൻ UID വോട്ടേഴ്സ് IDനകത്തേക്ക് നമ്മളൊരു വാല്യൂ കോപ്പി ചെയ്തു. അപ്പോൾ ഇവിടെ STSCPY ഉപയോഗിക്കണം. കാരണം എന്താണ്, ഇത് ക്യാരക്ടർ സൈസ് ആയതുകൊണ്ട്, സ്ട്രിംഗ് ടൈപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒരു പ്രോഗ്രാമിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രമായിരിക്കും ഉണ്ടാവുക? വോട്ടേഴ്സ് ID മാത്രമായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എന്ത് വരും? ആധാർ സ്റ്റോർ ചെയ്ത ആ സെയിം സ്പേസിൽ തന്നെയാണ് വോട്ടേഴ്സ് ID സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓവർ റൈറ്റ് ചെയ്ത് പോകും. ഓക്കെ, നെക്സ്റ്റ് കമ്പാരിസൺ. സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള കമ്പാരിസൺ. ഇതിൽ സിമിലാരിറ്റീസ് ആണ് ആദ്യം പറയുന്നത്. Both are defined data type, user-defined data type, used to store data of different types as a single unit. Their members can objects of any type, including other than structure and union or arrays. A members can also consist of bit field. Their members can be objects of any type, including other than other structures and union or arrays. Okay, both structures and unions support only assignment and size of operators. The two structures or union in the assignment must have the same members and member types. A structure or a union can be passed by value to functions and returned by value by function. The argument must have the same type as the function parameter. A structure or union is passed by value just like a scalar variable as a corresponding parameter. The dot operator is used for accessing members. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. The next, the difference between structure and union. In structure, we use the struct keyword, but in union, we use the keyword union to define a union. When a variable is associated with the structure, the compiler allocates memory for each member. The size of structure is greater than or equal to sum of size of its members. But in the case of union, a variable is associated with the union. The compiler allocates memory by considering the size of the largest memory. So size of union is equal to the size of largest member. Each member within structure is assigned unique storage area location, but in the case of union, the memory allocated shared by individual members of union. Then value altering. Altering the value of member will not affect other members, but in the case of union, the value altering the members affect the other members. In the case of structure, individual members can access it at a time. Only one member can access it at a time in union.
Several members of structure can initialize